ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താണ്? കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് CPM-ഉം BJP-യും മുഖാമുഖം നിൽക്കുന്നൊരു സാഹചര്യമാണ്. അതുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ നമുക്ക് മാറ്റിവെച്ചാൽ കൂടിയും CPM-നെ ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അവരുടെ രക്ഷകരായിട്ടാണ് കാണുന്നത്. ന്യൂനപക്ഷ പിന്തുണ എന്ന് പറയുന്നത് പൂർണ്ണമായും കോൺഗ്രസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾ നടത്തിയ BJP-ക്കെതിരായി RSS-നെതിരായി ഞങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ മെച്ചമാണ് ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി നോക്കുന്നത് എന്താ? BJP-യുടെ വിപത്ത് ചൂണ്ടിക്കാണിച്ച് അവരുമായിട്ട് യുദ്ധത്തിന് പോവുകയും ഇനി ഇവരിൽ നിന്ന് ഞങ്ങളാ നിങ്ങളെ രക്ഷിക്കാനുള്ളതെന്ന് പറയുകയും BJP-യുമായിട്ട് BJP-യെ വളർത്തുകയും ചെയ്യുകയാണ് അവർ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ BJP-യോട് വല്ല സ്നേഹവും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഈ തിരുവനന്തപുരത്ത് ഈ തലസ്ഥാന നഗരിയിലെ ഒരു മാർക്സിസ്റ്റുകാരനായിട്ടുള്ള മേയറെ ഞങ്ങൾ സഹിക്കുന്നതിന്? മുഖ്യമന്ത്രിക്ക് പോലും വേണ്ടാത്ത ഒരു മാർക്സിസ്റ്റുകാരനെ ഞങ്ങൾ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു? ഞങ്ങൾ പിന്തുണയ്ക്കുകയല്ല, ഞങ്ങൾ മാറി നിൽക്കുകയല്ലേ. ഞങ്ങൾക്ക് വേണമെങ്കിൽ 35 പേരുള്ള BJP-യുടെ കൂടെ വോട്ട് ചെയ്താൽ 56 ഈ ഭരണസമിതി താഴെ പോയില്ലേ? എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല? ഞങ്ങൾ അങ്ങനെ BJP-യോടൊപ്പം ചേർന്ന് CPM-നെ തകർക്കുന്ന ഒരു അജണ്ട കോൺഗ്രസ്സിനില്ല. ഞങ്ങളുടെ ദേശീയ നയം മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ജനാധിപത്യ മതേതര ശക്തികളുമായി ചേർന്ന് BJP എതിർക്കണം എന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ ലൈൻ. അതേസമയത്ത് മാർക്സിസ്റ്റുകാർ ഇവിടെ തന്നെ ചെയ്തതെന്താ? തൊട്ടടുത്ത് കിടക്കുന്ന നേമം ബ്ലോക്ക് പഞ്ചായത്തിലും അതിൻ്റെ അടുത്തുള്ള വിളവൂർക്കൽ പഞ്ചായത്ത്, ആ വിളവൂർക്കൽ പഞ്ചായത്തിലും ഇവർ BJP-യുടെ കൂടെ ചേർന്ന് ഞങ്ങളുടെ പ്രസിഡൻറ്റുമാരെ പുറത്താക്കിയവരാ. അപ്പോൾ ഇവരൊരു ഭാഗത്ത് ഇവരെന്തിനാ BJP-നെ എതിർക്കുന്നത്? എന്തിനാ? ഇവരുടെ ലക്ഷ്യം UDF-നെ തകർക്കുക. അപ്പോൾ ഇങ്ങനെ ഇവർ ന്യൂനപക്ഷങ്ങളെ ഞങ്ങളാണ് സംരക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്താ ഉണ്ടാവുന്നത്? ആ വോട്ട് എവിടേക്കാണ് പോകുന്നത്? ആ വോട്ട് UDF-നല്ല പോകുന്നത്. അവിടെയാണ് കോൺഗ്രസും UDF-ഉം കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, ഇപ്പം മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഉള്ള മുറിയടക്കം പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു വലിയ ആസ്ഥാന മന്ദിരമാണ് അമിത്ഷാ കേരളത്തിൽ കൺസീവ് ചെയ്തിരിക്കുന്ന. ആ പദ്ധതിയാണ് അവരിവിടെ നടപ്പാക്കാൻ പോകുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെയാണ് ആ BJP-യുടെ ലക്ഷ്യം സാധിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ചെയ്യുന്നത്. ഇതിനെ ആശയപരമായി നേരിടണം എന്നാണ് UDF-ൻ്റെ നയം. അതിൽ മുന്നോട്ട് പോകണം. അത് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം. താങ്കൾ കഴിഞ്ഞ രാഷ്ട്രീയ സമിതിയിൽ പറഞ്ഞത് വിഴിഞ്ഞം, ഇപ്പോൾ തന്നെ ഈ അഭിമുഖത്തിനും തുടക്കത്തിൽ താങ്കൾ പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരത്ത് കോൺഗ്രസിന്. അതേസമയം മദ്യനയം തിരിച്ചടിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ മദ്യനയത്തെ കെ മുരളീധരൻ അംഗീകരിക്കുന്നുണ്ടോ? മദ്യനയത്തിനെയല്ല ഞാൻ വിമർശിക്കുന്നത്, മദ്യവ്യാപനത്തിനെയാണ്. സ്റ്റാർ പദവി അതിൽ സർക്കാരിന് തീരുമാനിക്കാം. നിലവിൽ പ്രവർത്തിക്കുന്ന മദ്യ ഷോപ്പുകൾ അടച്ചു പൂട്ടണോ തുറക്കണോ ഇവർക്ക് തീരുമാനിക്കാം. പക്ഷേ മദ്യശാലകൾക്ക് വേണ്ടി നാഷണൽ ഹൈവേയുടെ സ്റ്റാറ്റസ് പോലും വേണ്ടെന്ന് വയ്ക്കാൻ ഈ സർക്കാർ കൂട്ടുനിന്നു. എക്സൈസ് വകുപ്പ് കൂട്ടുനിന്നു. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ മുതൽ വളവട്ടണം വരെയുള്ള പാത ദേശീയപാതയല്ലെങ്കിൽ ഇവിടെ എവിടെ 6 വരി പാത വരാൻ പോകുന്നു? ചേർത്തല കഴക്കൂട്ടം റോഡ് ദേശീയപാതയല്ലെങ്കിൽ ഇവിടെ എവിടെ 6 വരി പാത വരാൻ പോകുന്നു? അപ്പോൾ എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പ് ഇത് ദേശീയപാതയല്ല എന്ന് പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ഹൈക്കോർട്ടിൻ്റെ ജഡ്ജിമെൻറ്റ് കാരണം സാധാരണ രീതിയിൽ ധാർമ്മിക നിലപാടാണെങ്കിൽ എക്സൈസ് മന്ത്രി രാജിവെക്കണ്ടേ? അപ്പോൾ അതുപോലും ഉപേക്ഷിച്ചുകൊണ്ട്, നാഷണൽ ഹൈവേയുടെ സ്റ്റാറ്റസ് പോലും ഉപേക്ഷിച്ചുകൊണ്ട് മദ്യശാലകൾ നടത്താനെടുത്ത തീരുമാനം ഒന്നാമത്തെ തെറ്റ്. 2, മദ്യശാലകൾക്ക് പെർമിഷൻ കൊടുക്കാനുള്ള അവകാശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയത് രണ്ടാമത്തെ തെറ്റ്. 3, എല്ലാ ബാർ ഹോട്ടലുകളിലും കൂടെ മദ്യം, അതായത് കള്ള് വിൽപ്പന നടത്താനുള്ളത്. കാരണം കള്ള് ആവശ്യത്തിനുള്ള കള്ള് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് കണക്ക്. അപ്പോൾ എങ്ങനെ എല്ലാ 3 സ്റ്റാർ ആൻഡ് എബോവ് ഹോട്ടലിൽ എവിടെ നിന്ന് കൊടുക്കും? ഇത് വ്യാജമദ്യം ഉണ്ടാക്കും കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ മാത്രമല്ല, അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ വരാത്തതെന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടിയെന്നും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആഴ്ചയ്ക്ക് ഹർത്താൽ നടത്തുന്നൊരു സംസ്ഥാനത്തേക്ക് ആര് വരും? ഞാനൊരു പുതിയ യോഗത്തിൽ പറഞ്ഞ പോലെ സ്വർണം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താലും കേരളത്തിലേക്ക് വരാൻ ആരും തയ്യാറാവില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ 8-ാം തീയതി 7-ാം തീയതി രാത്രി 12 മണിക്കാണ് ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത് പിറ്റേ ദിവസം ഹർത്താലെന്ന്. തിരുവനന്തപുരത്തേക്ക് വരാൻ തലേ ദിവസം 5 മണിക്ക് കണ്ണൂരിൽ നിന്ന് 48 ട്രെയിനിൽ കയറുന്ന ഒരാൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുമ്പോഴാണ് ഹർത്താലാന്ന് അറിയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള സംസ്ഥാനത്തേക്ക് എങ്ങനെ പുറമേ നിന്നുള്ള ആളുകൾ വരും? മാത്രമല്ല, ഭരിക്കുന്നവർ തന്നെ എന്തർത്ഥത്തിലാണ് ഹർത്താൽ നടത്തുന്നത്?
ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട് ജില്ലാ ഓഫീസ് ആക്രമിച്ചു മാർക്സിസ്റ്റ് പാർട്ടിയുടെ. ആരാ ഭരിക്കുന്ന? ആരാ? മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ. ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യിലല്ലേ. ബോംബെറിഞ്ഞവനെ കണ്ടുപിടിക്കുന്നതിന് പകരം പിറ്റേന്ന് ഹർത്താൽ പ്രഖ്യാപിക്കുക ഭരണകക്ഷി തന്നെ. അപ്പോൾ BJP-ക്കാർ പിറ്റേ ദിവസം പ്രഖ്യാപിച്ചു. അല്ല, പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞത് ഈ മദ്യനയത്തെ തുടർന്നാണ് ക്ലിഫ് ഹൗസിൽ നിന്ന് കന്റോൺമെന്റ് ഹൗസിലേക്ക് പാർട്ടിക്ക് പോകേണ്ടി വന്നതെന്നുള്ള സ്വയം വിമർശനം താങ്കൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, അപ്പോൾ പിന്നെ ഈ മദ്യനയത്തെ എതിർക്കണം. ഞാൻ പറയാം, 418 മദ്യ ഷോപ്പുകൾക്കെതിരായിട്ട്, ബാർ ഹോട്ടലുകൾക്കെതിരായിട്ടാണല്ലോ പരാതി വന്നത്. അത് മുഴുവൻ അടച്ചു പൂട്ടിയപ്പോൾ മാർക്സിസ്റ്റുകാർ നടത്തിയൊരു പ്രചരണം ഉണ്ടായിരുന്നു. ആ പ്രചരണം എന്തായിരുന്നു? ഇത് സുധീരനെ കടത്തിയെട്ടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി ചെയ്താണെന്നൊരു പ്രചരണം നടത്തി. അതിൽ കുറേയൊക്കെ ആളുകൾക്ക് ഈ ഉദ്ദേശശുദ്ധീനെ ജനങ്ങൾ സംശയിച്ചിട്ടുണ്ട്. സത്യത്തിൽ എൻ്റെ ഇന്നുമുള്ള അഭിപ്രായം ആ 418 മാത്രം ക്ലോസ് ചെയ്താൽ മതിയായിരുന്നു, അത് മുഴുവൻ പൂട്ടേണ്ട ഒരു ആവശ്യമുണ്ടാകും. കാരണം ഘട്ടം ഘട്ടമായി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഘട്ടം 418 പൂട്ടുക, രണ്ടാം ഘട്ടത്തിൽ മാത്രം മറ്റുള്ളതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയായിരുന്നു. ഇത് ഒറ്റയടിക്കെല്ലാം കൂടെ ചെയ്തപ്പോൾ ഈ മദ്യ ലോബി എതിരായിട്ട് വന്നു. മദ്യ ലോബി എതിരായിട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവർ ചില ആളുകളെ വാടകയ്ക്കെടുത്ത് സർക്കാരിനെതിരായിട്ട് പ്രചരണം നടത്തി. അതല്ലേ ആകെ ചീറ്റിപ്പോയ സോളാർ പുതിയ രൂപത്തിൽ എങ്ങനെയാണ് തിരിച്ചു വന്നത്? അതൊക്കെ മദ്യ ആൾക്കാരുടെ പിൻബലല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അത്രയങ്ങ് പോണ്ടിയിരുന്നോ എന്നുള്ള അഭിപ്രായമാണ് ഞാനൊക്കെ ചോദിച്ചത്. ഏതായാലും ഈ മദ്യനയത്തിനെതിരായിട്ട് ഇപ്പോൾ സഭയൊക്കെ നിൽപ്പ് സമരം അടക്കമുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയാണ്. എന്താണ് UDF-ൻ്റെ ഒരു പരിപാടി? അത് താങ്കൾ ഈ പറഞ്ഞ കണക്ക് രാമേശ്വരത്ത് ക്ഷവരം പോലെ അവസാനിക്കുമോ? ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ജൂലൈ മാസം 1-ാം തീയതി. കാരണം അന്നാണല്ലോ മദ്യനയം. പലരും ചോദിച്ചു എന്താ ജൂലൈ 1-ാം തീയതിയുടെ പ്രത്യേകത. ജൂലൈ 1-ാം തീയതിയാണ് മദ്യനയം നടപ്പിൽ വരുന്നത്. നടപ്പിൽ വരുന്ന അന്നുള്ള സമരപരിപാടിയോടുകൂടെ UDF ശക്തമായി സമരരംഗത്തേക്ക് വരിക. കെ മുരളീധരൻ UDF നേതൃത്വത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ UDF കൺവീനർ എന്നൊരു പൊസിഷനിൽ വന്നുകൊണ്ട് ഇപ്പോൾ ഇത്രയും വിമർശനങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് UDF-നെ കൂടുതൽ ചലനാത്മകമാക്കാനായിട്ട് ഇപ്പോൾ നേരത്തെ KPCC അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു വളരെ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്രസിഡൻ്റായിരുന്നു താങ്കൾ. അപ്പോൾ അതുപോലെ ഒരു പുതിയ ഉത്തരവാദിത്വത്തിലേക്ക് വരാനുള്ള സാധ്യത എത്രമാത്രം? ഞാൻ അങ്ങനെ യാതൊരു കാര്യവും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഇതിൽ കൂടെ ഒരു MLA എന്നുള്ള ഒരു പദവിയോട് 100% നീതി വളർത്തിക്കൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെയധികം നന്ദി. വെൽക്കം.